ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടുകെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുഞ്ഞുള്ളിയും മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില. പിന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ബോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ബോട്ടിലില്ലാത്തവർ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയാലും മതി, എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ബോട്ടിലാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ചെയ്തേക്കുന്നത് സോട്ടയിൽ ഇട്ടേക്കുവാണ്. അത് 30 മിനിറ്റ്സ് ഇട്ടേക്കുന്നത്, നമുക്ക് അത്രയും സമയം വേണ്ട. സോട്ടയിലിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ എണ്ണ ഒഴിക്കും, അതിലേക്ക് കടുക് ഇട്ടു, പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളകും കൂടി ഇടാം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും കൂടി ഇട്ട് സാധാരണ കടുക് വറുക്കുന്ന പോലെ തന്നെ, അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള മസാലകൾ, മുളക് പൊടി ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ കണക്കിന് 2 ടീസ്പൂണും. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതും എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിനാവശ്യമുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചൊരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലിട്ട് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വയ്ക്കാം. ഇൻസ്റ്റൻറ്റ് പോട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ സോട്ടയിലാണല്ലോ ഇട്ടുന്നത്, അതിപ്പോൾ ഓഫാക്കാം. എന്നിട്ട് നമ്മൾ സൂപ്പിലുള്ള ഫംഗ്ഷനിലിടാൻ പോവാണ്. സൂപ്പ് ഓർ ബ്രോത്ത് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടോ, അപ്പോൾ ആ സൂപ്പിലിടാം. അതിപ്പോൾ 30 മിനിറ്റ്സ് ആണ് അതിൽ ഓട്ടോമാറ്റിക് വരുന്നത്. നമുക്ക് അത്രയും വേണ്ട, നമുക്കൊരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ അത് കുറച്ചിട്ട് 10 മിനിറ്റ് വെക്കേക്കാക്കാം. അപ്പോൾ അത് തന്നെ ഇരുന്ന് ആയിക്കോളും. നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ പ്രഷർ ഫില്ല് ചെയ്ത് ഓണായി. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ നല്ല ഫോഴ്സിലായിരിക്കും വരുന്നത്, പെട്ടെന്ന് തന്നെ തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നത്തേക്കല്ല, നാളെ ആയിരിക്കും ഇതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.